നമുക്ക് ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആ ഒരു പാഷനെ നഷ്ടമായി. എല്ലാ പ്ലേയേഴ്സിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്. എനിക്ക് പ്രത്യക്ഷത്തിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് മെന്റലി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ശരിക്കും എന്താണ്, എപ്പോഴാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെ കാണുന്നത്? അതായത് ഒരു പ്ലെയറിന് അവരുടെ ഫീലിങ്സ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത്, ഇപ്പൊ പ്രീ ഗെയിം ആൻസൈറ്റി ആവാം, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആൻസൈറ്റി ആവാം, അല്ലെങ്കിൽ പിന്നെ ലോ കോൺഫിഡൻസ്, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടൈം തൊട്ടിട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. പിന്നെ വരുന്നത് പെർഫോമൻസിൽ ഇഷ്യൂസ് ആവാം. ഈ ഒരു സമയം തൊട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക് എന്താവും, പെർഫോമൻസിനെ ബാധിക്കാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ പെർഫോമൻസിനെ ബാധിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലാവാം. അല്ലെങ്കിൽ പിന്നെന്താ, എന്തെങ്കിലും ടീം ഗെയിംസ് ആണെങ്കിൽ ടീം കോൺഫ്ലിക്റ്റുകൾ അവിടെ കൂടുതലുണ്ടാവും. ഇപ്പം പുതിയതായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ടീമാണെങ്കിൽ അവിടെ പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരായിരിക്കും. ഇവൻ അത് വേണ്ട, നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ചെറിയ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു പേര് കൊണ്ട് നമുക്ക് എന്താവും, ടീം കോൺഫ്ലിക്റ്റുകൾ നന്നായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത്, അല്ലെങ്കിൽ പിന്നെ എന്താ, നമുക്ക് ഭയങ്കരമായിട്ട് ബേൺ ഔട്ട്, അതായത് എനിക്കിനി കളിക്കണ്ട, ലൈക്ക് എനിക്ക് ഇൻട്രസ്റ്റേ ലോസ്റ്റ് ആയി, ഈ ഒരു ഗെയിമിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു പാഷനെ നഷ്ടമായി എന്നുള്ളൊരു തോന്നൽ ബേൺ ഔട്ടിന്റെ ഇതിലോട്ട് ഫീൽ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞ് ഈ ഇഞ്ചുറി കഴിഞ്ഞ് റിട്ടേൺ ഉണ്ട്, അതായത് റിട്ടേൺ ടു സ്പോർട്സ് എന്ന് പറയും നമ്മൾ. ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ACL പോലെ ഒരു ഇഞ്ചുറി കഴിഞ്ഞു, അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങൾ കഴിഞ്ഞു, അതിൻ്റെ റെസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പഴയ പോലെ കളിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പഴയ പോലെ എനർജിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ബോഡി ഭയങ്കര സ്റ്റിഫായി നിൽക്കുന്ന പോലെ തോന്നും. പിന്നെയും ഇഞ്ചുറി പറ്റുമോ എന്നുള്ള പേടി, പിന്നെ ഇതേമാതിരി ഒരു സിറ്റുവേഷനിൽ കൂടെ പോകേണ്ടി വരുമോ എന്നുള്ള പേടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് നമ്മൾ ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇത് കുറച്ചെണ്ണം ഞാൻ ലിസ്റ്റ് ഔട്ട്, കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ.